ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ അവർക്ക് അനുയോജ്യമായ ഡ്രസ്സല്ലേ നമ്മൾ ഉടുപ്പിക്കുന്നത്. അവരെ വലിയ ഡ്രസ്സ്, നമ്മുടെ പോലത്തെ വലിയ ഡ്രസ്സ് നമ്മുടെ മക്കളെ ഉടുപ്പിക്കാറില്ലല്ലോ, കുഞ്ഞുമക്കളെ. അപ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണമാണെങ്കിലും തന്നെ അവർക്ക് പറ്റുന്ന ചെറിയ പാത്രത്തിലേ, നമ്മുടെ പോലത്തെ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ പാത്രത്തിലല്ലല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ആണോ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ നോക്കുന്നു, ചെറിയ കുഞ്ഞുമക്കളെ എങ്ങനെ നോക്കുന്നു, അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്ങിൻ്റെ കാര്യവും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, ഞാൻ അധികം ലെങ്തി ആക്കുന്നില്ല, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അതായത് ഞാൻ ഈ പറഞ്ഞിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ എന്നോർത്ത് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലുള്ള സീഡ്ലിങ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഈ ചെറിയ പോട്ട് മാറ്റിയിട്ട് ഇതുപോലുള്ള ഇതിൻ്റെ അടുത്തുള്ള പോട്ടിലേക്ക്, അതായത് ഈ പോട്ട് നമ്മുടെ സീഡ്ലിങ് നടാൻ മതി. ഇതിൻ്റെ 3.5 ഇഞ്ചിൻ്റെ പോട്ടാണിത്. ഇതിൻ്റെ വലുതായിട്ടുള്ള പോട്ടിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല സീഡ്ലിങ് നടാനായിട്ട്. സീഡ്ലിങ് എന്ന് പറയുന്ന അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഇത് തൈയാണിത്. ഈ തൈക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടോ ഇത് നോക്കി, ഈ സീഡ്ലിങ് നോക്കി, ഇതുണ്ടോ എത്ര ഉണ്ട് വലുത്, കണ്ടോ? ഇത്രയും വലിയ സീഡ്ലിങ് നമുക്ക് ഈ ചെറിയൊരു പോട്ടിൽ ഇത്രയും വരെ നമുക്ക് ആയി കിട്ടുന്നുണ്ട്. കണ്ടോ? ഇത്രയും വലുത് വരെ ഈ ചെറിയൊരു പോട്ടിൽ നിന്നിട്ട്. അപ്പോൾ ഈ ഒരു പോട്ടിൽ നിൽക്കുമ്പോൾ ഇതിലും നന്നായിട്ട് നമുക്ക് ഇതിന്മേന്ന് പിടിച്ച് കിട്ടിക്കോളും. വലിയ പോട്ടിൽ വെക്കേണ്ടതായ ആവശ്യം നമുക്ക് ഇല്ല. ഇതുപോലുള്ള സീഡ്ലിങ്സ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇത് പറ്റുമെങ്കിൽ ഈ പോട്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ സാധാ വെള്ളത്തിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ സാഫിൽ ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കുക. അപ്പോൾ മുക്കി വെച്ച് കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ മടലൊക്കെ പറഞ്ഞു പോരും കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ പറിച്ച് കളയരുത്. വെള്ളത്തിൽ മുക്കി വെച്ച് കഴിയുമ്പോൾ ഇത് കുതിർന്ന് കഴിയുമ്പോൾ, മടൽ കുതിർന്ന് കഴിയുമ്പോൾ പോരുന്നില്ലെങ്കിൽ പറിച്ച് വലിച്ചൊന്നും എടുക്കരുത്. വേര് പൊട്ടിപ്പോകരുത്. നമ്മുടെ പ്ലാന്റിന്, സീഡ്ലിങ്ങിന് ഡാമേജ് ഉണ്ടാക്കരുത്. അപ്പോൾ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ. ഇതിപ്പോൾ പറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ, കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ നമുക്ക് ഇതുമേൽ ഇങ്ങനെ പോട്ട് ചെയ്ത് വെക്കാം. ഇതിലത്തെ ഈ പോട്ടിൽ വെച്ചാൽ മതി. ഇതുമേലോട്ട് പോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇത് 3-4 ബ്രാഞ്ചസ് ഉണ്ട്, ഓക്കെയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ഈ സീഡ്ലിങ് ഡിവൈഡ് ചെയ്യരുത് കേട്ടോ. ഈ അവസ്ഥയിൽ ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് നിങ്ങളിത് ഡിവൈഡ് ചെയ്യരുത്. ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെൽത്ത്നെസ് നഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4 മാസം വേണ്ടി വരില്ല. അതിന് മുകളിൽ നിങ്ങൾക്കിത് ഫ്ലവറായിട്ട് കിട്ടും. ഇല്ല, നിങ്ങളിത് ഡിവൈഡ് ചെയ്ത് നടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തിൽ കൂടുതൽ വരും ഇതൊന്ന് ഫ്ലവർ ചെയ്ത് പിടിച്ച് കിട്ടാനായിട്ട്. ഇതിൻ്റെ ഹെൽത്ത്നെസ് പോവും, ഹെൽത്തി ആയിട്ട് കിട്ടത്തില്ല. ഈ ചെറിയ സീഡ്ലിങ് നമ്മൾ ഡിവൈഡ് ചെയ്യാതെ ഇതിനുള്ളിൽ തന്നെ, ഈ പോട്ടിൽ തന്നെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെറിയ പോട്ടിൽ വെക്കുമ്പോൾ ഇതിന് കുറച്ച് മീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നീട് ഇത് ഇവിടുന്ന് വളർന്ന് മെച്ചുവേർഡായി ഇതിൽ തന്നെ നിന്ന് വളരുവാണെന്നെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും. ഇതിലത്തെ വെക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ ചെറിയ വലിയ പോട്ടിൽ വെക്കുമ്പോൾ നമ്മൾ അതിന് ഹെൽത്ത്നെസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്ത് ചെയ്താലും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്ട് രക്ഷയില്ല. ചിലർ മാറ്റി നടുമോ, ഇനിയിപ്പോൾ അത് മാറ്റണ്ടല്ലോ, വേറെ ഇതിലോട്ട് നടണല്ലോ എന്നോർത്ത് വലുതിലോട്ട് വെക്കുന്നവരുണ്ട്. അങ്ങനെയാണ് മിക്കവരും എന്നോട് ചോദിച്ചത്, എന്തിനാണ് ഇതിന് വെക്കണം, ഇന്നലെ വലുതിലല്ലേ വെക്കണമെന്നാണ് എന്നോട് ചോദിച്ചത്, മാറ്റി നടണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ നിങ്ങൾ കണ്ടോളൂ, ഇതിൽ വെച്ച് നിങ്ങൾ വളർത്തി കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് കുറേ സ്റ്റമ്മൊക്കെ ആയിട്ട് ഇതിൽ തന്നെ നന്നായിട്ട് പിടിച്ചു കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഒരു കൂടി വന്ന 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ പ്ലാന്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നടുമ്പോൾ നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനേക്കാളും പെട്ടെന്ന് ഇതിന്ന് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് വന്ന പ്ലാന്റിൽ നിന്ന്, മെച്ചോർഡ് പ്ലാന്റിൽ നിന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമെന്ന് മാറ്റി നടുമ്പോൾ അതിനും പെട്ടെന്ന്, ഒരാഴ്ച നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വെയിലത്തൊന്നും വെക്കരുത്. അതിൽ നിന്ന് മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ഫ്ലവർ ചെയ്ത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ
നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ തന്നെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യേണ്ട ഇതിൽ വരുന്ന ബുഷി പ്ലാന്റ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാതെ അങ്ങനെ തന്നെ നടാനാണ് പ്ലാനിങ് എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പോട്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റി നടാം. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പിടിച്ചു വരും. ഇതിൽ നിന്ന് പറിച്ച് നിങ്ങൾ മാറ്റുവാണെന്നുണ്ടെങ്കിൽ വലിയ പോട്ടിലോട്ട് നടാം. ഡിവൈഡ് ചെയ്യുവാണെങ്കിലും വലിയ പോട്ടിലോട്ട് തന്നെ എന്താ വെച്ചാൽ ഇതിൽ വെച്ച് തന്നെ നമ്മുടെ പ്ലാന്റ് വലുതായിക്കോളും, നന്നായിട്ട് വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിലും ചെയ്യാതെ നടുവാണെങ്കിലും തന്നെ ഇതിലും വലിയ പോട്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റി നടാം. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.